മുന്നത്തെ വെള്ളത്തിനായാലും സൂപ്പർ ആയിട്ടുണ്ട് ആണല്ലേ? നേരത്തെ വെള്ളത്തിൽ കട്ടിപ്പുണ്ടായിരുന്നു, ഇപ്പൊ ആ കട്ടിപ്പില്ല. ഹാപ്പി ആയില്ലേ? ഓക്കെ. കുറച്ച് നേരത്തെ മുമ്പ് നമ്മള് ടെസ്റ്റ് ചെയ്തായിരുന്നു വെള്ളത്തിന്റെ, ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പൊ വെള്ളത്തിന്റെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ TDS ഇത്തിരി കൂടുതലായിരുന്നു അതിനകത്ത്. അപ്പൊ അത് ഇതിനകത്ത് കയറി ഇറങ്ങുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്രശ്നങ്ങൾ നോർമൽ ആയിട്ടുണ്ട്. എല്ലാം സന്തോഷമായി. സൂപ്പറായി. ആയിക്കോട്ടെ. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഇന്ന് വീണ്ടും പുത്തമ്പലിക്ക തന്നെയാണ്. പുത്തമ്പലിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിച്ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വെസലിന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇവിടെ വീണ്ടും വന്നതിന്റെ കാരണം നമുക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ കൂടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മളിവിടെ വന്നേക്കുന്നത് അക്വയുടെ 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള 2090 എന്ന് പറഞ്ഞൊരു മോഡലാണ്. വാട്ടർ പ്യൂരിഫയർ ആണ്. അപ്പൊ അത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മുടെ ഈ കിച്ചണിൽ തന്നെയാണ്. അപ്പൊ ഞാൻ അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ യൂണിറ്റ് എവിടെ ഉണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ യൂണിറ്റിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മളൊരു പ്രീ ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. ഫിസിക്കലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും സെഡിമെന്റ്സ് ഒക്കെ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. 5 മൈക്രോന്റെ സെഡിമെന്റ് ഫിൽറ്റർ. അതിനുശേഷം ആയിരിക്കും നമ്മുടെ യൂണിറ്റിലേക്ക് കയറുന്നത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് ഇറങ്ങാം. ബൈ. നമ്മളിവിടെ കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു വെസലിന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർക്ക് അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കമന്റായിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പൊ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. വെസൽ തന്നെ 13 വെസൽ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ വീഡിയോയിലുണ്ട്. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ വീഡിയോയ്ക്ക് ചെറിയൊരു ലൈറ്റിന്റെ പ്രശ്നമുണ്ട്. നമുക്കിവിടെ ഇരുട്ട് മാറി ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോ നമുക്ക് ചിലപ്പോൾ ഇത്തിരിക്കോളം ക്ലാരിറ്റി കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഇത്തിരിക്കോളം വെട്ടത്തിന്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇച്ചിരിക്കോളം ഡാർക്കായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എല്ലാവരും ദയവായിട്ട് ക്ഷമിക്കുക. അപ്പൊ നമ്മുടെ കസ്റ്റമർ കൂടി ഉണ്ട്, സിനി ചേച്ചി. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമുക്ക് റിവ്യൂ ഒക്കെ തന്നാണ്ടാ. അപ്പൊ ചേച്ചിയോട് ഞാൻ ചോദിച്ചു നോക്കാം, നമുക്ക് വർക്ക് ഇഷ്ടപ്പെട്ടോ, അതുപോലെ തന്നെ വെള്ളം എടുത്ത് കുടിച്ചു നോക്കിയിട്ട് എന്താണ് വെള്ളത്തിന്റെ ടേസ്റ്റ് വ്യത്യാസം വല്ലതും നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി പായോ, നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പോ ഒന്ന് വെള്ളമൊക്കെ എടുത്തൊന്ന് നോക്കിയിട്ടേ എന്താണ് ക്വാളിറ്റി, എങ്ങനെയുണ്ട്, അതായത് നേരത്തെ വെള്ളവും ഇപ്പോഴത്തെ വെള്ളം തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ, ഇഷ്ടപ്പെട്ടവർക്ക്? മുന്നത്തെ വെള്ളത്തിനായാലും സൂപ്പർ ആയിട്ടുണ്ട്. ആണല്ലേ? നേരത്തെ വെള്ളത്തിൽ കട്ടിപ്പുണ്ടായിരുന്നു, ഇപ്പൊ ആ കട്ടിപ്പില്ല.
ഹാപ്പി ആയില്ലേ? Happy ആ. ഓക്കെ. കുറച്ച് നേരത്തെ മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു വെള്ളത്തിന്റെ. ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പൊ വെള്ളത്തിന്റെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ TDS ഇത്തിരി കൂടുതലായിരുന്നു അതിനകത്ത്. അപ്പൊ അത് ഇതിനകത്ത് കയറി ഇറങ്ങുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്രശ്നങ്ങൾ നോർമൽ ആയിട്ടുണ്ട്. എല്ലാം സന്തോഷമായി. സൂപ്പറായി. ആയിക്കോട്ടെ. അപ്പൊ കൂടാതെ നിങ്ങൾക്ക് മുഴുവനുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലേ. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.